ഇന്ന് നിങ്ങളെ കാണാൻ പോകുന്നത് നോർമലായിട്ടുള്ള ഊതല്ല, ഇന്ത്യയുടെ ഏറ്റവും വില കൂടിയ ഊതാണ്. അത് ഒരു സംഭവം തന്നെയാണ്, അത്രയും വാല്യൂബിളാണ്, വെരി വെരി റെയറാണ്. ഷിനോജ്, നമ്മുടെ സാധനം എടുത്തിട്ട് വാ. അതെ, നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോളൂ. ഇതിനകത്ത് നമ്പർ ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ പുള്ളിയല്ല ഇതിനകത്തുള്ളത്, വലിയ ആളാണ്. ഇതാണ് ആ സാധനം. ഞാൻ കാണിച്ചിട്ട് ഓരോന്നോരോന്നെടുത്തിട്ട് കറക്റ്റ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്യാം. കാണാത്ത ആൾക്കാർക്ക് കാണാം, കണ്ട ആൾക്കാർക്ക് ഞാനൊന്നും പറയുന്നില്ല. ഇത്രയും വില കൂടിയ ഊത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് 1 കിലോ 2 കിലോ അല്ല കേട്ടോ, 5 കിലോ ഉണ്ട്. നോക്കിക്കോ. അതിൻ്റെ സൗണ്ടിൻ്റെ കണ്ടില്ലേ, ഒരു ശരിക്കും കല്ല് വീഴുന്ന പോലെ ഉണ്ടാവാം. ഇതിന് കിലോന് 5 ലക്ഷം ദിർഹംസ് വരുന്നുണ്ട്. 5 ലക്ഷം ദിർഹംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ 1.25 കോടിയോളം വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും പഴക്കമുണ്ട്. ഏകദേശം 10-200 വർഷത്തിനടുത്ത് പഴക്കം ഉണ്ടാവാനാണ് സാധ്യത. കറക്റ്റ് വർഷം എനിക്കറിയില്ല, ഏകദേശം ഉണ്ടാവും. ഇതിൻ്റെ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഊതിൻ്റെ ഓയിൽ വരെ ഇതിനകത്ത് പുറത്ത് തള്ളിക്കിടക്കുകയാണ്. ഇതൊക്കെ കാണുന്നത് കളറല്ല കേട്ടോ, ഇതിനകത്ത് അത്രയും ഓയിൽ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അത് പുറത്തേക്ക് തള്ളിക്കിടക്കുക. ഇതിപ്പോൾ ഈ പീസ് ഞാൻ കട്ട് ചെയ്ത പീസാണ്. ഇതിപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും ആ തിക്നെസ്. സാധാരണ ഊത് ഞാൻ വേറെ ഇതിൽ കാണിച്ചു തരാം. സാധാരണ വെട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നോർമലായിട്ടാണ് കാണാം. ഇത് ഫുള്ള് ഊതിൽ അണ്ടർ വാട്ടർ എന്ന് പറയും. അത്രയും ഓയിൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിടും. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നിൽ. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നേരെ അടിയിൽ പോന്നു ആ സാധനമാണ് ഇത്. അപ്പോൾ കാണാത്ത ആൾക്കാർക്ക് ഇത് ഊതിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാർക്കും കാണാം. കണ്ടില്ലേ, ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വില എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധനം ഇപ്പോൾ അവൈലബിലിറ്റി ഇല്ല. ഈ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വില വരുന്നത്. ഈ സാധനം നമുക്ക് എവിടെ പോയാലും കിട്ടില്ല. ഈ സാധനം ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. ഇതിപ്പോൾ വേറെ എവിടെ പോയാലും ഈ സാധനം വേറെ അടുത്തുണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അടുത്താണ് ഉള്ളത്. ഈ സാധനം എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്ന സാധനമല്ല. ഇത് അങ്ങനെ കിട്ടില്ല. ഇത് വളരെ റെയറായിട്ടേ കിട്ടുള്ളൂ. അതും അത്രയും കളക്റ്റീവായിട്ടുള്ള ആൾക്കാർ, അത്രയും ഊത് കളക്ടേഴ്സൊക്കെ ഉണ്ട്. അവരെ കയ്യിലൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവുക. ഞങ്ങളുടെ അടുത്ത് കുറേ കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇത് കാണും വിചാരിക്കും, നിങ്ങൾ പറയും ഇത് തള്ളാണ് ഇതിൻ്റെ വില. പക്ഷെ സത്യത്തിൽ ഇതിൻ്റെ വില ഇതാണ്. അപ്പോൾ എനിക്ക് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചിരുന്നുള്ളൂ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഊത്. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് കാണുകയും ചെയ്യാം, ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യാം. നിങ്ങൾ സ്റ്റഡി ചെയ്യുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ നോക്കുക. എവിടെയെങ്കിലും ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വില ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഊതിനെ പറ്റി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നല്ല ഊത് ഷോപ്പിൽ പോയിട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വിലയുണ്ട് എന്നുള്ളത്. നോർമലായിട്ടുള്ള ഊത് ഞങ്ങളുടെ അടുത്തുണ്ട്, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. അതൊക്കെ വലിയ വിലയൊന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറവുണ്ട്, കൂടിയതുമുണ്ട്. അത് ഓരോ പഴക്കത്തിനനുസരിച്ചാണ് ഊതിൻ്റെ വില കൂടുന്നതും കുറയുന്നതും. പിന്നെ പോളിഷ് വരുന്ന സമയത്ത് നാച്ചുറൽ ഇല്ലാത്ത ഊതിന് വില കുറവാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഊത് വളരെ കുറവാണ്, അതിനേക്കാളും കുറവാണ്, ചെറിയ പൈസയുള്ളൂ. അപ്പോൾ എല്ലാ ഊതും വില കൂടിയതല്ല. അതിൽ വില കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്രയും പഴക്കം കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഊതിൻ്റെ വില കൂടുന്നത്. അതുകൊണ്ടാണ് ഊത് ഇത്രയും എക്സ്പെൻസ് ആവുന്നത്. എല്ലാ ഊതും എക്സ്പെൻസ് അല്ല കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ട് ഒരു 10-20 വർഷം മുമ്പൊക്കെ നമുക്ക് ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ സാധനം മാർക്കറ്റിലില്ല. അതുകൊണ്ട് ഇതിന് ആവശ്യക്കാർ കൂടുതൽ വരുന്നത് ചൈനീസാണ്. ഇത് ഏറ്റവും കൂടുതൽ ബയേഴ്സ് ഉള്ളതും ചൈനക്കാരാണ് ഇത് ഇത്ര വില കൂടി ഊതെടുക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ മാർക്കറ്റ് ഇത്ര ആക്കിയതും അവരാണ്, അല്ലാതെ ഞങ്ങളല്ല. സാധനത്തിന് ഇത്രയും പൈസ കൊടുത്തിട്ട് എടുക്കാൻ ആളുണ്ട്, അപ്പോൾ അതിൻ്റെ വില ഓട്ടോമാറ്റിക്കലി ഇത്രയും ഇതിലേക്ക് പോയി. അറബികൾ എടുക്കുന്നുണ്ട്, അത് കുറച്ച് നല്ല റിച്ചായിട്ടുള്ള അറബികളാണ് ഈ സാധനം എടുക്കുള്ളൂ. പിന്നെ ചൈനീസാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ മെയിൻ ബയേഴ്സ്. അപ്പോൾ ആരുടെങ്കിലും ഇങ്ങനത്തെ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഊതുണ്ടെങ്കിൽ പറയാം, ഞാനെടുത്തോളാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ നിങ്ങൾക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഊത് വെക്കുന്ന ഇത്രയും വില കൂടിയ ഊതുള്ള ആൾക്കാർക്ക് അറിയാം വെക്കാനും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.